നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്ത. കോൺഗ്രസും കളത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. തൃശൂരിൽ മുരളീധരനും വടകരയിൽ ഷാഫി പറമ്പിലും മത്സരിക്കും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് രണ്ടാം അംഗത്തിന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ. ജലസംഭരണികൾ സംരക്ഷിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വേലൂർ കിടായിച്ചിറയുടെ നവീകരണോദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബസിൽ മോഷണം നടത്തി ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തമിഴ്നാട് തിരുച്ചെന്തൂർ ടെമ്പിൾ സ്വദേശിനി 26 വയസ്സുള്ള ഗായത്രി എന്ന സുബ്ബമ്മ. വാർത്തകൾ വിശദമായി. കോൺഗ്രസും കളത്തിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തിറക്കി. KC വേണുഗോപാലാണ് പട്ടിക പ്രഖ്യാപിച്ചത്. കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു. രാഹുൽ ഗാന്ധി, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, KPCC പ്രസിഡന്റ് K സുധാകരൻ എന്നിവർ മുതൽ അവസാന നിമിഷം ചിത്രത്തിലേക്ക് വന്ന പാലക്കാട് MLA ഷാഫി പറമ്പിൽ വരെയുള്ളവർ പട്ടികയിൽ ഇടം പിടിച്ചു. രാഹുൽ ഗാന്ധി ഇത്തവണയും വയനാട്ടിൽ നിന്ന് ജനവിധി തേടും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. അഭ്യൂഹങ്ങൾ ശരിവെച്ച് അവസാന നിമിഷത്തെ തിരിമറിക്കൊടുവിൽ വടകരയിലെ സിറ്റിംഗ് MP K മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി. മുരളീധരന് പകരം ഷാഫി പറമ്പിലാണ് വടകരയിൽ UDF സ്ഥാനാർത്ഥി. K സുധാകരൻ കണ്ണൂരിൽ തന്നെ വീണ്ടും മത്സരിക്കും. തിരുവനന്തപുരത്ത് ശശി തരൂർ ഉൾപ്പെടെ മറ്റ് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MPമാർക്ക് തന്നെ അവസരം ലഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സഹോദരി പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതാണ് മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുവാൻ കാരണം. പത്മജയുടെ BJP പ്രവേശനത്തിലൂടെ സംഭവിക്കാൻ സാധ്യതയുള്ള പരിക്കുകൾക്ക് മുരളിയുടെ വരവ് മറുമരുന്നാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. പത്മജിയുടെ BJP പ്രവേശനത്തിന്റെ ഞെട്ടലിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ മാറ്റം. വടകരയിൽ നിന്ന് K മുരളീധരനെ തൃശൂരിലേക്ക് മാറ്റുമ്പോൾ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ സിറ്റിംഗ് MP TN പ്രതാപന് പകരം വടകരയിൽ നിന്നും K മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകും. വടകരയിൽ ഷാഫി പറമ്പിൽ MLA സ്ഥാനാർത്ഥിയാവും. വ്യാഴാഴ്ച രാത്രി ചേർന്ന നേതാക്കളുടെ യോഗത്തിലാണ് ധാരണ. പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്ന സാഹചര്യത്തിലാണ് തീരുമാനം. തൃശൂരിൽ എന്തുവില കൊടുത്തും സീറ്റ് നിലനിർത്താനും പത്മജയുടെ BJP പ്രവേശന വിവാദം ഏറ്റവും അധികം ചർച്ചയാവുക തൃശൂരിലാണെന്നതിനാൽ അതിനെ മറികടക്കാൻ ശക്തനായ നേതാവ് തന്നെ വേണമെന്നതാണ് K മുരളീധരന്റെ പേരിലെത്തിയത്. നേരത്തെ നേമത്തെ MLA ആയിരുന്ന ഘട്ടത്തിലായിരുന്നു K മുരളീധരന്റെ വടകരയിൽ നിന്നുള്ള മത്സരം. TN പ്രതാപന് അടുത്ത നിയമസഭാ സീറ്റിൽ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനാണ് ധാരണ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വെച്ച നിർദ്ദേശത്തെ നേതാക്കൾ അംഗീകരിച്ചതോടെ മുരളീധരനെ തൃശൂരിൽ നറുക്കുവീണു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് പ്രതാപൻ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. മണലൂർ മണ്ഡലം കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പൊരുക്കങ്ങളിലേക്ക് കടന്ന പ്രതാപൻ സിറ്റിംഗ് MPമാർ മത്സരിക്കണമെന്ന നിർദ്ദേശം വന്നതോടെ വീണ്ടും മണ്ഡലത്തിൽ സജീവമായി. ഇടത് സ്ഥാനാർത്ഥിയായി VS സുനിൽകുമാറും BJP സ്ഥാനാർത്ഥിയായി സുരേഷ് ഗോപിയും എത്തിയതോടെ ശക്തമായ ത്രികോണ മത്സരത്തിനാണ് തൃശൂരിൽ കളമൊരുങ്ങിയത്. പ്രതാപന്റെ വിജയസാധ്യത തന്നെ സംശയത്തിലാക്കുകയും ചെയ്തിരുന്നു. K കരുണാകരനോടുള്ള വൈകാരികത കൂടിയാണ് K മുരളീധരന്റെ തൃശൂരിലെ സ്ഥാനാർത്ഥിത്വം. നേരത്തെ K മുരളീധരനെ VV രാഘവൻ ലോക്സഭയിലേക്ക് തോൽപ്പിച്ച ചരിത്രം തൃശൂരിനുണ്ടെങ്കിലും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പഴയ തോൽവിക്ക് പ്രസക്തിയില്ലെന്നാണ് വിലയിരുത്തൽ. CCTV ന്യൂസ്, കേച്ചേരി. K മുരളീധരന് വേണ്ടി ചുവരെഴുതി TN പ്രതാപൻ MP. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ K മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കാൻ ധാരണയായതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വരെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രചരണരംഗത്തുണ്ടായിരുന്ന TN പ്രതാപൻ മുരളീധരനായുള്ള ചുവരെഴുത്ത് നടത്തിയത്. TN പ്രതാപന്റെ പേരിലുള്ള ചുവരെഴുത്തുകൾ മാറ്റാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. 150-ലധികം ഇടങ്ങളിലാണ് TN പ്രതാപന് വേണ്ടി ചുവരെഴുത്ത് നടത്തിയിരുന്നത്. 3.5 ലക്ഷം പോസ്റ്ററുകളും അച്ചടിച്ചിട്ടുണ്ട്. ബൂത്തുകൾക്കുള്ള പ്രവർത്തന ഫണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ വിതരണം ചെയ്തിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും ചുവരെഴുതാനായിരുന്നു നിർദ്ദേശം. നേരത്തെ പ്രതാപന്റെ പേരിൽ ചുവരെഴുതിയത് മാറ്റാൻ പ്രതാപൻ തന്നെ നേരിട്ട് നിർദ്ദേശം നൽകിയിരുന്നു. ഇപ്പോഴും സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് പ്രതാപനും DCC പ്രസിഡന്റ് ജോസ് വള്ളൂരും നേരിട്ട് തന്നെ മുരളീധരനായി ചുവരെഴുത്ത് തുടങ്ങിയത്. തളിക്കുളത്തെ വീടിന് മുന്നിലാണ് പ്രതാപനും DCC അധ്യക്ഷൻ ജോസ് വള്ളൂരും ചേർന്ന് മുരളീധരനായുള്ള ചുവരെഴുത്ത് നടത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിടാൻ K മുരളീധരൻ ശനിയാഴ്ച രാവിലെ തൃശൂരിലെത്തും. ട്രെയിൻ മാർഗം തൃശൂരിലെത്തുന്ന മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണമൊരുക്കും.
മുരളീധരന്റെ വരവറിയിക്കാൻ റോഡ് ഷോ നടത്താനും കോൺഗ്രസ് ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. CCTV ന്യൂസ്, കേച്ചേരി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുന്നൂർ നോർത്ത് മേഖല തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. NCP ജില്ലാ ജനറൽ സെക്രട്ടറി PM മുഹമ്മദ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. CPM പുന്നൂർ നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി V സമീർ അധ്യക്ഷത വഹിച്ചു. CPM തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം C സുമേഷ്, ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, ജനപ്രതിനിധികളായ KA വിശ്വനാഥൻ മാസ്റ്റർ, ജിസ്ന ലത്തീഫ്, സലീന നാസർ, റസീന ഉസ്മാൻ, ചിതു രാജേഷ്, ഷൈബ ദിനേശൻ എന്നിവർ സംസാരിച്ചു. CPI പുന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VS ഷംസുദ്ദീൻ സ്വാഗതവും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ നന്ദിയും പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കാനായി MP ഇക്ബാൽ മാസ്റ്റർ ചെയർമാനും VS ഷംസുദ്ദീൻ കൺവീനറും മജീദ് നരിയമ്മൽ ട്രഷററും V സമീർ വർക്കിംഗ് ചെയർമാനുമായി 251 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും 701 അംഗ ജനറൽ കമ്മിറ്റിയും രൂപീകരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കുന്നതിനായി ചേരുന്ന കൺവെൻഷൻ കേരള കോൺഗ്രസ് M നേതാവും സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയുമായ റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് വെങ്കിടങ്ങ് MP's ഓഡിറ്റോറിയത്തിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണൻ, CPI ദേശീയ സമിതി അംഗം CN ജയദേവൻ, മുരളി പെരുന്നെല്ലി MLA, CT ബാബു, AV വല്ലഭൻ, അജി ഫ്രാൻസിസ്, VK സൈതാലിക്കുട്ടി, ജോസ് താണിക്കൽ, K ജോസഫ്, റഷീദ് മാസ്റ്റർ, PL സൈമൺ മാസ്റ്റർ തുടങ്ങിയവർ സംബന്ധിക്കും. അടുത്ത സ്വേച്ഛാധിപത്യത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങാൻ പോകുന്നത്. അതിനെ തടയിടാൻ വേണ്ടി സുശക്തമായി ഇന്ത്യ പ്രതിപക്ഷം നിലകൊള്ളുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 37% വോട്ടിന്റെ പിൻബലത്തിലാണ് നരേന്ദ്രമോദി അധികാരത്തിൽ. അഥവാ ഭൂരിപക്ഷം വോട്ടർമാരും BJPക്കും ആ സർക്കാരിനെതിരായി. അതാണ് ജനാധിപത്യം. മഹാഭൂരിപക്ഷം വോട്ടർമാരും അപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു ന്യൂനപക്ഷ അധികാരത്തിൽ വരിക എന്നാണ് ജനാധിപത്യത്തിൻ്റെ ഒരു മാതൃക കാണിക്കുന്നത്. കാരണം അത് പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളെല്ലാം പരസ്പരം മത്സരിച്ച്. പാവറട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുരളി പെരുന്നെല്ലി MLA, TV ഹരിദാസൻ, VG സുബ്രഹ്മണ്യൻ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, കേച്ചേരി. യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാവക്കാട് നടന്ന യൂത്ത് സ്ട്രീറ്റ് ടോക്ക് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഹാഷിം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് തബ്ഷീർ മഴുവഞ്ചേരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ G കൃഷ്ണൻ, CS സൂരജ്, DCC സെക്രട്ടറി TS അജിത്ത്, യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് HM നൌഫൽ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KV സത്താർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബന്നൂസ്, ജില്ലാ സെക്രട്ടറിമാരായ ഋഷി ലാസർ, സ്വാതി നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. പെരുമ്പലാവ് പൊറവൂരിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. കൊമ്പൻ പാണഞ്ചേരി പരമേശ്വരനാണ് ഇടഞ്ഞത്. ഇന്ന് വൈകിട്ട് 5:30 സംഭവം. അമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതിനിടെ ഇടഞ്ഞ കൊമ്പൻ സമീപത്തെ പറമ്പിലേക്ക് ഓടിക്കയറുകയായിരുന്നു. തുടർന്ന് ഏറെ നേരം പറമ്പിൽ നിലയുറപ്പിച്ച കൊമ്പനെ എലിഫന്റ് സ്ക്വാഡ് സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് തളച്ചത്. സംഭവം അറിഞ്ഞ് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ മഹേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും സ്ഥലത്ത് എത്തിയിരുന്നു. പെങ്ങാമുക്ക് പീഡികേശ്വരം ശിവക്ഷേത്രത്തിൽ ശിവരാത്രിക്കെത്തിയ കൊമ്പൻ ഊട്ടോളി ചന്തു ഇടഞ്ഞു. വൈകിട്ട് ക്ഷേത്രപ്രദർശനം ചെയ്യുന്നതിനിടെയായിരുന്നു ആന അനുസരണക്കേട് കാട്ടിയത്. പാപ്പാന്മാരും എലിഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ തളച്ചു. ആനയെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരത്തിയില്ല. ജലസംഭരണികൾ സംരക്ഷിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വേലൂർ കിടായിച്ചിറയുടെ നവീകരണോദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജലസ്രോതസ്സുകളുടെ സംരക്ഷണം അത്യാവശ്യമായ ഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കുടിവെള്ള ലഭ്യതയ്ക്കായി കേന്ദ്ര സംസ്ഥാന ഫണ്ടുകൾ വിനിയോഗിച്ച് ജൽജീവൻ മിഷൻ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വേലൂർ പഞ്ചായത്തിലെ വാർഡ് 5-ൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം 4 ഏക്കറോളം വിസ്തൃതിയുള്ള കിടായിച്ചിറ ചെളിയും മണ്ണും എല്ലാം വന്ന് നിറഞ്ഞ് സംഭരണശേഷി കുറഞ്ഞിരിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം വളരെ ജാഗ്രതയോടുകൂടി ഈ നിയോജകമണ്ഡലത്തിന്റെ MLA എന്ന നിലയിൽ, സംസ്ഥാന മന്ത്രി എന്ന നിലയിൽ മുൻകാല പ്രവർത്തന പരിചയവുമെല്ലാം വെച്ചുകൊണ്ടാവാം അദ്ദേഹം വളരെ താല്പര്യമെടുത്ത് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ജനുവരിയിൽ 3 കോടി രൂപയുടെ ഭരണാനുമതി കൊടുത്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. ഈ അടിഞ്ഞ് കൂടിയിരിക്കുന്ന ചെളിയും എക്കലുമെല്ലാം മാറുകയും അവിടെ ആവശ്യമായ ജലസംഭരണി നല്ല നിലയിൽ വൃത്തിയായി മാറുകയും ഒക്കെ ചെയ്യുന്നതോടുകൂടി വിനോദത്തിനായി പോലും ഈ ഡാം ടോപ്പിൽ 2 വശവും കൈവരികളെല്ലാം പിടിപ്പിച്ച് ചെറിയിലേക്ക് ഇറങ്ങുന്നതിനുള്ള സൗകര്യവും കൂടി ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്.
സമീപ മാസങ്ങളിലാണ് ഞാനവിടെ വരികയും മെട്രോകുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട മന്ത്രിയോടൊപ്പം മുൻ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എനിക്ക് പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. കിടായിച്ചിറ പരിസരത്ത് നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷനായി. വേലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി മുഖ്യാതിഥിയായി. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ PV ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, സ്ഥിരം സമിതി അധ്യക്ഷ ഷേർലി ദിലീപ് കുമാർ, മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ R അജയകുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ VV സൗമ്യ, പഞ്ചായത്ത് അംഗങ്ങൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. കിടായിച്ചിറയിലെ ജലസംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 3 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തുക. AC മൊയ്തീൻ MLA മന്ത്രിയായിരിക്കെ നടത്തിയ ശ്രമഫലമായാണ് ചിറ നവീകരണ പ്രവർത്തനത്തിന് ഫണ്ട് ലഭ്യമായത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ കോടശ്ശേരിയിൽ 4 ഏക്കറോളം സ്ഥലത്താണ് കിടായിച്ചിറ സ്ഥിതി ചെയ്യുന്നത്. പ്രദേശത്ത് കാർഷികാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രധാന ജലസ്രോതസ്സാണിത്. നവീകരണ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ പഞ്ചായത്തിലെ വേലൂർ, വെങ്ങിലിശ്ശേരി, വെള്ളാറ്റഞ്ഞൂർ, പുലിയന്നൂർ, തണ്ടിലം ഭാഗങ്ങളിലെ നെൽകൃഷിക്ക് വലിയൊരു മുതൽക്കൂട്ടാകാൻ കഴിയും. മൺസൂണിൽ നിറഞ്ഞൊഴുകുന്ന ജലം ശേഖരിച്ച് വേനൽക്കാലത്ത് കുടിവെള്ള പ്രശ്നം രൂക്ഷമാകുന്ന പ്രദേശത്തെ ജലക്ഷാമത്തിനും ഇതോടെ പരിഹാരമാകും. വേലൂരിലെ സമീപ പാടശേഖരങ്ങളിലെ ജലസേചനത്തിനും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികൾക്കും ഭൂഗർഭജല സംരക്ഷണത്തിനും വിനോദസഞ്ചാരത്തിനും ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലാണ് നവീകരണം. എറണാകുളം അവൻസ് കൺസ്ട്രക്ഷനാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 1 വർഷമാണ് നിർമ്മാണ കാലാവധി. പദ്ധതിയുടെ ഭാഗമായി ചിറയിലെ മണ്ണ് നീക്കി ആഴം കൂട്ടി ജലസംഭരണശേഷി വർദ്ധിപ്പിക്കും. ചിറയുടെ മനോഹാരിത ആസ്വദിക്കാൻ പ്രദേശത്തെ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഇന്റർലോക്ക് ചെയ്ത് അതിർത്തി കെട്ടി സംരക്ഷണം ഏർപ്പെടുത്തും. പാടശേഖരങ്ങളിലേക്ക് ജലസേചനത്തിനായുള്ള കനാലുകളുടെ പ്രവർത്തനങ്ങളും കാര്യക്ഷമമാക്കും. കുളത്തിന്റെ നവീകരണത്തിലൂടെ 122 ഹെക്ടർ സ്ഥലത്ത് കൃഷി ചെയ്യുന്നതിനുള്ള ജലസേചന സൗകര്യവും ലഭ്യമാകും. കൂടാതെ പ്രദേശങ്ങളിലെ ഭൂഗർഭജലനിരപ്പ് ഉയർത്തുന്നതിനും അതുവഴി കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനും സാധിക്കും. CCTV ന്യൂസ്, വേലൂർ. ദേശീയപാത 66 മണത്തലയിൽ മരം കയറ്റി പോവുകയായിരുന്ന ലോറി മറിഞ്ഞു. ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടിയായിരുന്നു സംഭവം. കണ്ണൂരിൽ നിന്ന് മരം കയറ്റി പെരുമ്പാവൂരിലേക്ക് പോവുകയായിരുന്ന ലോറി ടയർ പൊട്ടി നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ഈ സമയം ലോറിയിൽ ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ സുനാമി ജയ്സന്റെ കൂട്ടാളി കുന്നംകുളത്ത് പിടിയിലായി. പെരുമ്പാവൂർ മാറമ്പള്ളി സ്വദേശി കല്ലേത്ത് പറമ്പിൽ വീട്ടിൽ 27 വയസ്സുള്ള ശ്രീകുട്ടനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം അഗതിയൂർ സ്വദേശി ഇന്ദിരയുടെ വീട് പൊളിച്ച് അകത്ത് കയറി സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതും, ഒറ്റപ്പാലം ചിനക്കത്തൂർ ഉത്സവ ദിവസം സുധീറിന്റെ വീട്ടിൽ നിന്നും 5 പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചതും, കോഴിക്കോട് നടക്കാവിൽ നിന്നും മോട്ടോർ സൈക്കിൾ മോഷ്ടിച്ചതും ജയ്സനും കൂട്ടാളി ശ്രീകുട്ടനുമാണെന്ന് പോലീസ് പറഞ്ഞു. കുന്നംകുളം സബ് ഇൻസ്പെക്ടർമാരായ മഹേഷ്, ബെന്നി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷിജിൻ പോൾ, അനൂപ്, ജില്ലാ അംഗങ്ങളായ പളനിസ്വാമി, റാഫി എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ബസിൽ മോഷണം നടത്തി ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് തിരുച്ചെന്തൂർ ടെമ്പിൾ സ്വദേശിനി 26 വയസ്സുള്ള ഗായത്രി എന്ന സുബമ്മയെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വേലൂർ സ്വദേശിനി ഹിയാനിയുടെ പണമടങ്ങിയ ബാഗാണ് മോഷ്ടാവ് കവർന്നത്. വേലൂരിൽ നിന്നും വിഷ്ണുദേവൻ ബസിൽ കേച്ചേരിയിലേക്കുള്ള യാത്രക്കിടെയാണ് മോഷ്ടാവ് യുവതിയുടെ 5000 രൂപയും ATM കാർഡും ചികിത്സാ രേഖകളും അടങ്ങിയ ബാഗ് കവർന്നത്. സംഭവത്തിൽ മോഷണം നടത്തിയ യുവതിയുടെ CCTV ദൃശ്യങ്ങൾ ബസ്സിൽ ഘടിപ്പിച്ച CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഇന്നും യുവതി ബസ്സിൽ കയറി മോഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടെയാണ് പിടിയിലായത്. കൂടുതൽ ചോദ്യം ചെയ്യലിൽ മോഷണക്കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ നവംബറിൽ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി അടുത്തിടെയാണ് പുറത്തിറങ്ങിയത്. സബ് ഇൻസ്പെക്ടർമാരായ U മഹേഷ്, ജോഷി, സിവിൽ പോലീസ് ഓഫീസർമാരായ ഗ്രീഷ്മ, നൌഫൽ, മിഥുൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CCTV ന്യൂസ്, കുന്നംകുളം. വേലൂരിൽ കോൺഗ്രസിൽ നിന്ന് CPM-ൽ ചേർന്നവർക്ക് സ്വീകരണമൊരുക്കി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം AC മൊയ്തീൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. KK രാജൻ അധ്യക്ഷനായി. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അബിൽ ബേബി, ബ്രാഞ്ച് സെക്രട്ടറി PR രതീഷ് എന്നിവർ സംസാരിച്ചു. മുൻപ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്ന ആശാ വർക്കർമാരായ കുറ്റിക്കാട്ടിൽ സിന്ധു, നാരങ്ങാവളപ്പിൽ ഹേമലത എന്നിവരും INTUC ചുമട്ട് തൊഴിലാളി VC രതീഷുമാണ് CPM-ൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്.
ഇന്ന് ലോക വനിതാ ദിനം. എവിടെയും തഴയപ്പെടേണ്ടവളല്ല സ്ത്രീ. മനക്കരുത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും കരുത്തിൽ മുന്നേറാൻ കഴിവുള്ളവരാണ് വനിതകൾ. രമ്യ സനിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അടിച്ചമർത്തലുകളുടെ പിൻകാലത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിന്റെ പാതയിലൂടെ നടക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വന്നതോടെ സർവ്വമേഖലകളിലും ചരിത്രം കുറിക്കാവുന്ന നേട്ടങ്ങൾ കൊയ്യുകയാണ് പെൺപട. ഒരു പെണ്ണായതുകൊണ്ട് മാത്രം മാറി നിൽക്കേണ്ടി വന്നു എന്ന ഡയലോഗിനി സ്ഥാനമില്ല. കാരണം അവൾ പെണ്ണാണ്, പെൺകരുത്താണ്. അവൾക്കും സാധ്യമായതേ ഈ ലോകത്തുള്ളൂ. ഒറ്റപ്പെടുത്തലുകളെയും കുത്തുവാക്കുകളെയും മാറ്റി നിർത്തപ്പെടലുകളെയുമെല്ലാം എങ്ങനെ നേരിടണമെന്നവൾ പഠിച്ചു കഴിഞ്ഞു. അനുഭവങ്ങളുടെ കരുത്തിൽ മുന്നിൽ വരുന്ന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്ത് സ്വന്തം ജീവിതം കെട്ടിപ്പടുക്കാനും ഒരു കുടുംബം പോറ്റാനും ഇന്ന് മറ്റൊരാളുടെ സഹായമില്ലാതെ തന്നെ പെണ്ണിന് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് സ്ത്രീശക്തി. വേർതിരിവുകൾക്കെതിരെ ശബ്ദമുയർത്താൻ, ആരോപണങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ, ചൂഷണങ്ങളെ നേരിടാൻ, പരസഹായമില്ലാതെ പോരാടാനുള്ള മനസ്സ് ആർജിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അർത്ഥത്തിലും അവൾ സ്വയം പര്യാപ്തയാണ്. വീട്ടകങ്ങളുടെ 4 ചുവരുകൾക്കുള്ളിൽ തളയ്ക്കപ്പെടേണ്ട കാലം കഴിഞ്ഞു. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് എത്തിയ സ്ത്രീ ഇന്ന് ആ അരങ്ങ് കൂടി തകർത്ത് വാഴുകയാണ്. ന്യൂസ് ഡെസ്ക് CCTV. മികച്ച കർഷകരിൽ നിന്ന് മികച്ച സംരംഭകയാകാനുള്ള ഒരുക്കത്തിലാണ് പയ്യൂർ സ്വദേശിനി സ്മിത. വിഷം ചേർക്കാത്ത ജൈവ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് അവാർഡുകൾ കരസ്ഥമാക്കിയ സ്മിത ഇപ്പോൾ മായം കലരാത്ത ഐസ്ക്രീം വിപണിയിലെത്തിക്കാനുള്ള പ്രയത്നത്തിലാണ്. ജോസ് മാളിയേക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വീടിന് ചുറ്റുമുള്ള തൊടിയിൽ കുടുംബത്തിന്റെ ആവശ്യത്തിനുള്ള പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചു തുടങ്ങിയ സ്മിത പിന്നീട് സമീപത്ത് തരിശായി കിടന്നിരുന്ന സ്ഥലങ്ങൾ കൂടി ഏറ്റെടുത്ത് കൃഷി ഇറക്കുകയും വിപണനത്തിലൂടെ വരുമാനം കണ്ടെത്തുകയുമായിരുന്നു. കഴിഞ്ഞ വർഷം കൃഷിവകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് പൊട്ടുവെള്ളരി കൃഷി ചെയ്തു. എന്നാൽ വിപണി കണ്ടെത്താനുള്ള പ്രയാസം മൂലം വെള്ളരി ഉപയോഗിച്ച് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സ്മിതയുടെ പരിശ്രമമാണ് ഇന്ന് ഐസ്ക്രീം എന്ന ലക്ഷ്യത്തിലെത്തി നിൽക്കുന്നത്. നാട്ടിൽ നിന്ന് ലഭിക്കാവുന്ന പഴവർഗ്ഗങ്ങൾ ഉപയോഗിച്ച് നല്ല രുചിയോടുകൂടി ഐസ്ക്രീം നിർമ്മിച്ചു നൽകുക എന്നതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് സ്മിത പറയുന്നു. കുടുംബശ്രീയുമായി സഹകരിച്ച് കേച്ചേരിയിൽ ഐസ്ക്രീം വിൽപ്പന നടത്തുന്നതിന് സ്റ്റാൾ ആരംഭിച്ചിട്ടുള്ളതായും സ്മിത കൂട്ടിച്ചേർത്തു. നമ്മുടെ മക്കളായാലും ശരി കഴിക്കുന്നത് കെമിക്കലൊന്നുമില്ലാതെ നാച്ചുറലായിട്ട് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് നമ്മൾ മാക്സിമം ദോഷമില്ലാത്ത സാധനങ്ങൾ കൂട്ടിയിട്ട് തന്നെ നമ്മൾ വേറെ നമ്മുടെ ഐസ്ക്രീമിൽ വേറെ ഇതൊന്നുമില്ല, ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഫ്രൂട്ട്സും പാലും തന്നെയാണ്. അതുപോലെ തന്നെ കർഷകരുടെ നിന്നിട്ട് നമ്മൾ തേൻ കളക്ട് ചെയ്യുന്നു. നമുക്കിവിടെ കൃഷിഭവൻ്റെ അണ്ടറിൽ നമുക്ക് കർഷകർക്ക് തേനീച്ച വളർത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്. അവരുടെ നിന്ന് നമ്മൾ ഇതുപോലെ തന്നെ തേൻ കളക്ട് ചെയ്യുന്നു. നമ്മൾ തേൻ ഉപയോഗിച്ചിട്ടും ആവശ്യക്കാർക്ക് ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പപ്പായ, സ്ട്രോബെറി, കരിക്ക്, ചക്ക, ബനാന, മാങ്ങ, ചിക്കു തുടങ്ങി വ്യത്യസ്തമായ ഫ്ലേവറുകളിൽ ഇപ്പോൾ ഐസ്ക്രീം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഒരു വിധത്തിലുള്ള മായവും കലർത്താതെ പ്രകൃതിദത്തമായ വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഐസ്ക്രീം ഉണ്ടാക്കുന്നത്. നിലവിൽ വീടിന്റെ ടെറസിൽ ചെറിയ രീതിയിലാണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. വലിയ രീതിയിലേക്ക് സംരംഭം ഉയർത്തണമെന്ന ആഗ്രഹം സ്മിതയ്ക്കുണ്ട്. എന്നാൽ വിപണി കണ്ടെത്തലാണ് ഈ ചെറുകിട സംരംഭകർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. മികച്ച രുചിയിൽ മായം കലരാതെ ഭക്ഷ്യവസ്തുക്കൾ നൽകിയാൽ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ എന്ന വിശ്വാസമുള്ളതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ തന്റെ ഉൽപ്പന്നത്തിനും വിപണിയിൽ ആവശ്യക്കാരുണ്ടാകും എന്നതാണ് സ്മിതയുടെ പക്ഷം. ആൾക്കാർ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. പിന്നെ വാങ്ങിച്ച ആൾക്കാരും കഴിച്ച ആൾക്കാരും നമ്മളെ വീണ്ടും വരുന്നുണ്ട്. മാർക്കറ്റിംഗ് ആണ് ഇതിന്റെ പ്രശ്നം. ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ആൾക്കാർ താല്പര്യപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. വീട്ടിലെ ജോലികൾ കഴിഞ്ഞ് ബാക്കി സമയം ടെലിവിഷൻ സീരിയലുകൾ കണ്ടും മൊബൈലിൽ റീൽസ് തയ്യാറാക്കിയും സമയം കളയുന്ന വീട്ടമ്മമാർക്കിടയിൽ തന്റെ ഒഴിവു സമയങ്ങൾ സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നതിനും അതിലൂടെ കുടുംബത്തിന് താങ്ങാകാനും സ്മിത നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനീയമാണ്. കുടുംബത്തിന്റെ പിന്തുണ കൂടിയുള്ളതാണ് തന്റെ പ്രവർത്തനങ്ങളുടെ കരുത്ത് എന്നാണ് സ്മിതയുടെ അഭിപ്രായം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ തിരുവെങ്കടം ബ്രദേഴ്സ് ക്ലബിന്റെ വനിതാ വിഭാഗമായ വിങ്സ് ഓഫ് ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനം ആഘോഷിച്ചു. തിരുവെങ്കടം NSS ഹാളിൽ നടന്ന ദിനാചരണ സദസ്സ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷാനോജ് ഉദ്ഘാടനം ചെയ്തു. വിങ്സ് ഓഫ് ബ്രദേഴ്സ് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ബാലൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ ദേവിക ദിലീപ്, സുബിത സുധീർ, കവയത്രി ദേവുട്ടി എന്നിവർ മുഖ്യാതിഥികളായി. മോട്ടിവേറ്ററും ക്ലബ്ബ് രക്ഷാധികാരിയുമായ ആശ സുരേഷ് ദിനാചരണ സന്ദേശം നൽകി. നഗരസഭ ഹരിതകർമ്മസേനാംഗങ്ങളായ ജിഷ, സൗമ്യ, വത്സല, പത്മിനി, ആശാവർക്കർമാരായ സുനന്ദ, ജീജ പ്രകാശൻ, സിനി ജയൻ, ബിന്ദു തുടങ്ങിയവരെ ആദരിച്ചു. ഗാനാലാപനവും കവിതാവതരണവും ഉണ്ടായിരുന്നു.
സമരമുഖങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കുകയും അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയും നാടിന്റെ ഭാഗമായ KV പുഷ്പ 74-ാം വയസ്സിലും തളരാതെ പോരിടങ്ങളിൽ സജീവമാണ്. 3 മാസം പ്രായമായ കൈക്കുഞ്ഞുമായാണ് സമരരംഗത്ത് വേലൂർക്കാരുടെ പുഷ്പേച്ചി തന്റെ സാന്നിധ്യമായി മാറിയത്. നിതീഷ് വേലൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന വേലൂർ മിച്ചഭൂമി സമരമുഖത്ത് നിന്നാണ് സമരനായിക ഉയരെടുക്കുന്നത്. അന്ന് ആ സമരത്തിൽ പാവാടക്കാരിയുടെ നോട്ടത്തിനു മുന്നിൽ ഓങ്ങിയ ലാത്തി പോലീസുകാരന്റെ കയ്യിലിരുന്ന് ഒന്ന് പകച്ച കഥ കൂടിയുണ്ട് പറയാൻ ഇവർക്ക്. നമ്മുടെ ആളുകൾ ഒളിവിലിരിക്കുന്ന സമയത്ത് അവർക്ക് കത്ത് കൊണ്ടു കൊടുക്കലാണ് പണി. അന്ന് ഞങ്ങൾ 5-ലും 6-ലൊക്കെയാണ് പഠിക്കുന്നത്. വഴി തിരിച്ചിട്ട് തരും. ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചൊടിയും ചുണയുള്ളതാണ് എനിക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ട് എന്നെ അതിൻ്റെ നേതൃത്വത്തിൽ കൊടുത്തിട്ട് പാവാടിയും ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒക്കെ ഈ കത്ത് കൊണ്ടുവന്നിട്ട് ഒളിവിലിരിക്കുന്ന സ്ഥലം പോയിന്റ് കാണിച്ചു തരും. അങ്ങനെ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൈമാറുകയാണ്. അങ്ങനെ കൈമാറിയിട്ട് അങ്ങനെ കണ്ണിലെരിയുന്ന തീ കണ്ട് പോലീസുകാരൻ ഒന്ന് പതറിയെന്ന് പറഞ്ഞ ഈ പോരാളിക്ക് പോലീസ് മർദ്ദനത്തിലും ഒരു കുലുക്കവുമില്ലായിരുന്നു. തലപ്പിള്ളി താലൂക്കിൽ മിച്ചഭൂമി സമരം നയിച്ച് 3 മാസം പ്രായമുള്ള കൈക്കുഞ്ഞുമായി അക്കാലത്ത് 1.5 മാസം ജയിൽവാസം അനുഭവിച്ചു. ആ ഓർമ്മകളാണ് ഇപ്പോഴും സമരമുഖങ്ങളിൽ കരുത്തായി മാറുന്നത്. സമരത്തിൽ കുഞ്ഞ് കുറ്റക്കാരിയല്ലെന്നും അമ്മ മാത്രമാണ് കുറ്റം ചെയ്തതെന്നുമുള്ള കോടതി വിധി അന്ന് ജനശ്രദ്ധ നേടിയതായിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് സന്ദേശം കൈമാറുന്ന ചുമതല ചെയ്തിരുന്നത് ബാല്യത്തിൽ വലിയ ആവേശമായിരുന്നു. 10 സെന്റ് സമരം, കർഷക തൊഴിലാളി കൂലി സമരം, കൊയ്ത്ത് സമരം, ചകിരി സമരം ഉൾപ്പെടെ നാടിനെ മുൾമുനയിൽ നിർത്തിയ നിരവധി അവകാശ സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകി. വിവാഹത്തിനു ശേഷം 27 വയസ്സു മുതൽ വേലൂരിലാണ് താമസം. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി, വടക്കാഞ്ചേരി തൃശൂർ ഏരിയ കമ്മിറ്റികളുടെ സെക്രട്ടറി, CPIM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. LDF-നായി ചേലക്കര നിയോജക മണ്ഡലത്തിൽ ജനവിധി തേടി. വേലൂർ പഞ്ചായത്തിന്റെ സ്ഥിരം സമിതി അധ്യക്ഷയെന്ന നിലയിൽ പാർലമെന്ററി രംഗത്ത് സജീവമായിരുന്നു. ജില്ലയിലെ തലമുതിർന്ന CPIM നേതാവ് KS ശങ്കരനാണ് ജീവിത പങ്കാളി. ശങ്കരനും പുഷ്പയും ഇപ്പോൾ CPIM വേലൂർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്. പുഷ്പ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ്. CCTV ന്യൂസ്, വേലൂർ. എരുമപ്പെട്ടി പഞ്ചായത്ത് കുടുംബശ്രീ പിങ്ക് കഫേ വനിതാ ദിനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷന് സമീപം സ്ഥാപിച്ച പിങ്ക് കഫേയുടെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിന് മാറ്റമുണ്ടാക്കാൻ, പുരോഗതി ഉണ്ടാക്കാൻ മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനോട് സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളുടെ എല്ലാവരും അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി ഈ പിങ്ക് കഫേ പദ്ധതി ഉദ്ഘാടനം അറിയിച്ചു നിർത്തുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ. തൃശൂർ ജില്ലയിൽ ആദ്യത്തെ പിങ്ക് കഫേയാണ് എരുമപ്പെട്ടി പഞ്ചായത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ താക്കോൽദാനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ K രാധാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ രാധാകൃഷ്ണൻ, മെമ്പർ MM സലീം, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, പ്രതിപക്ഷ നേതാവ് MK ജോസ്, കുടുംബശ്രീ ചെയർപേഴ്സൺ നകുല പ്രമോദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, CDS വൈസ് ചെയർപേഴ്സൺ ലത ഹരിദാസ്, അസിസ്റ്റന്റ് സെക്രട്ടറി MS രശ്മി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് വനിതാവേദി സാർവദേശീയ വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. കുന്നംകുളം CV ഹാളിൽ നടന്ന ദിനാചരണം KSSPU വനിതാവേദി ജില്ലാ കമ്മിറ്റി അംഗം KG പാറക്കുട്ടി ഉദ്ഘാടനം ചെയ്തു. KV സുമംഗല മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കുന്നംകുളം ബ്ലോക്ക് ട്രഷറർ TP കൊച്ചു ത്രേസ്യ അധ്യക്ഷയായ ചടങ്ങിൽ KSSPU കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ, സെക്രട്ടറി CG ജോബ്രാജ്, ബ്ലോക്ക് സാംസ്കാരിക വേദി കൺവീനർ VC വർഗീസ്, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി മേരി ഉതുപ്പ്, സൗത്ത് യൂണിറ്റ് സെക്രട്ടറി T രാജഗോപാൽ, സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി P സുലോചന എന്നിവർ സംസാരിച്ചു. മറ്റു വാർത്തകൾ. ചാവക്കാട് വിദ്യാഭ്യാസ ഉപജില്ല KPSTയുടെ നേതൃത്വത്തിൽ യാത്രയപ്പ് സമ്മേളനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. ചാവക്കാട് സെക്ഷൻ സെന്ററിൽ ചേർന്ന സമ്മേളനം KPCC സെക്രട്ടറി P ഹരിഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു.
KPSTA ഉപജില്ലാ പ്രസിഡന്റ് ഹസീന എസ് ഖാനം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാര സമർപ്പണം നിർവഹിച്ചു. KPSTA അംഗങ്ങളായ EM നജീബ്, A പ്രസാദ്, ഷാഹിദ റഹ്മാൻ, സാജു ജോർജ്, ജിജോ സി റാഫേൽ, CJ റൈമണ്ട്, AD സാജു, MK സൈമൺ, KK ശ്രീകുമാർ, CI സ്മിത, രാജശ്രീ, VP ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു. അറിയിപ്പ്. വെസ്റ്റ് മങ്ങാട് സ്വദേശിയുടെ സ്വർണ്ണത്താലി കുന്നംകുളത്ത് വെച്ച് നഷ്ടപ്പെട്ടു. ലഭിക്കുന്നവർ അറിയിക്കുക. ഫോൺ നമ്പർ 96 56 91 56 37 91 88 02 29 62. വാഗ മാലതി UP സ്കൂളിൽ വാർഷിക ദിനാഘോഷവും യാത്രയയപ്പും നടന്നു. സ്കൂൾ ഹാളിൽ നടന്ന വാർഷികാഘോഷം എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. വിരമിക്കുന്ന അധ്യാപകരായ ടെസ്സി ടീച്ചർ, സുഗുലി ടീച്ചർ എന്നിവർക്ക് PTA കമ്മിറ്റി ഉപഹാരങ്ങൾ സമ്മാനിച്ചു. സ്കൂൾ മാനേജർ വാസന്തി സതീശൻ, ഡോക്ടർ രാമചന്ദ്രൻ, രമാദേവി, PTA പ്രസിഡന്റ് EO സോജൻ എന്നിവർ എൻഡോമെന്റുകളും പ്രതിഭകൾക്കുള്ള ട്രോഫികളും വിതരണം ചെയ്തു. സ്കൂൾ പ്രധാന അധ്യാപിക KP ഷീജ, മദർ PTA പ്രസിഡന്റ് ബെറ്റി ജോയ് എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന അധ്യാപകർ മറുപടി പ്രസംഗം നടത്തി. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഇന്ന് മഹാശിവരാത്രി. മഹാവിപത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാൻ കാളകൂടം സ്വയം ഭക്ഷിച്ച പരമശിവനെ വ്രതാനുഷ്ഠാനങ്ങളോടെ ഭക്തജനങ്ങൾ ആരാധിക്കുന്ന ദിവസമാണ് മഹാശിവരാത്രി. മേഖലയിലെ പ്രധാന ശിവക്ഷേത്രങ്ങളായ തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രം, ചൊവ്വലൂർ ശിവക്ഷേത്രം, പെരുവന്മല ശിവക്ഷേത്രം, മാളൂർ പൊന്മല ശിവക്ഷേത്ര എന്നിവിടങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു. രാവിലെ മുതൽ ക്ഷേത്രങ്ങളിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കാണ് ദൃശ്യമായത്. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കായി പ്രസാദകൂട്ടും ഒരുക്കിയിരുന്നു. വിവിധ ക്ഷേത്രങ്ങളിലായി നടന്ന ശിവരാത്രി ആഘോഷങ്ങൾ ഭക്തി നിർഭരം. വിശേഷാൽ പൂജകൾക്ക് പുറമെ എഴുന്നള്ളിപ്പുകൾ, പ്രസാദകൂട്ട്, കലാപരിപാടികൾ എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന. വിശദാംശങ്ങളിലേക്ക്. തലക്കോട്ടുകര മഹാദേവ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെയും ക്ഷേത്രക്ഷേമ സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വിശേഷാൽ ചടങ്ങുകളോടും കലാപരിപാടികളോടും കൂടി ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവം ഭക്തിസാന്ദ്രമായി. ശിവരാത്രി ദിനമായ ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരകന്നൂർ വടക്കേടത്തുമന നാരായണൻ നമ്പൂതിരി, മേൽശാന്തി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. വിശേഷാൽ പൂജകൾക്ക് ശേഷം 9 മണി മുതൽ പ്രസാദകൂട്ട് ആരംഭിച്ചു. ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഇന്ന് ഭക്തജനങ്ങളുടെ വലിയ തിരക്കുണ്ടായിരുന്നു. രാവിലെ ക്ഷേത്രാങ്കണവേദിയിൽ ഓംകാരം ഫ്യൂഷൻസ് അവതരിപ്പിക്കുന്ന ഭജൻ വാദ്യതരംഗ്, സോപാന സംഗീതം, ചാക്യാർകൂത്ത്, തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി എന്നിവയും ക്ഷേത്രസമിതി അംഗങ്ങളുടെ കുട്ടികൾ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, നമ്മ സ്കൂൾ ഓഫ് ഡാൻസ്, തരങ്കിണി നൃത്തവിദ്യാലയം, സാന്ദ്ര നൃത്തവിദ്യാലയം എന്നിവർ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. ഉച്ചയ്ക്ക് 2-ന് ദേവസ്വത്തിന്റെ ഗജവീരന്മാരെ അണിനിരത്തിയുള്ള വിശേഷാൽ എഴുന്നള്ളിപ്പും മേളവും ആരംഭിച്ചു. വൈകിട്ട് 4:30-ന് വിവിധ പൂരാഘോഷങ്ങളുടെ തെയ്യം, കാവടി, ശിങ്കാരിമേളം എന്നിവയുടെ വരവ് ആരംഭിച്ചു. ശേഷം കൂട്ടിയെഴുന്നള്ളിപ്പും ഉണ്ടായി. 6:30-ന് ദീപാരാധന, നാദസ്വരം, ലക്ഷദീപം തെളിയിക്കൽ, 7 മണിക്ക് ചുറ്റുവിളക്ക്, കേളി, തായമ്പക, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, 8 മണിക്ക് അത്താഴപൂജ, ദർശനം എന്നിവ നടന്നു. തലേ ദിവസമായ വ്യാഴാഴ്ച വൈകിട്ട് തലക്കോട്ടുകര മാതൃസമിതി അംഗങ്ങളുടെ നാമജപാർച്ചന, ഗ്ലോബൽ നായർ സർവീസ് സൊസൈറ്റി മഹിളാ വിഭാഗം ജനനി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, പാട്ടുപാടി സമൂഹമാധ്യമം വഴി വൈറലായ ആനായ്ക്കൽ സ്വദേശി മനോജിന്റെ ഗാനാലാപനവും, ഗംഗാളി നൃത്തകലാകേന്ദ്രം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ തുടങ്ങിയവയും അരങ്ങേറി. ക്രമീകരണങ്ങൾക്ക് ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് G ഗോപകുമാർ, സെക്രട്ടറി KP ദേവൻ, വൈസ് പ്രസിഡന്റ് സുനിൽ PK, ട്രഷറർ OT മാധവമേനോൻ, ജോയിന്റ് സെക്രട്ടറി സജീവൻ എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ ഉഭയൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി അനുജൻ നമ്പൂതിരിപ്പാട് എന്നിവരുടെ നേതൃത്വത്തിൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. 8:30-ന് കാഴ്ചശീവേലിക്ക് ശേഷം എഴുന്നള്ളിപ്പ്, നവകം, പഞ്ചഗവ്യം, 5 പൂജ തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. 11:30-ന് പ്രസാദകൂട്ടും ആരംഭിച്ചു. ശിവരാത്രി ദിനത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ഭക്തജനങ്ങളുടെ വലിയ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. വൈകിട്ട് 5-ന് വിവിധ കാവടികൾ, നാദസ്വരം, തെയ്യം, തമ്പോലം തുടങ്ങിയവ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. 6:20-ന് ദീപാരാധന, തായമ്പക, നിറമാല, പ്രത്യേക ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായി. വൈകിട്ട് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ശിവരാത്രിയോടനുബന്ധിച്ച് മാർച്ച് 5, 6 തീയതികളിൽ ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ ശുദ്ധി, 25 കലശം, തന്ത്രിപൂജ, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾ നടന്നിരുന്നു. ചാലിശ്ശേരി കുവ്വേശ്വര ശിവഭഗവതി ക്ഷേത്രത്തിൽ
വെള്ളിയാഴ്ച രാവിലെ 5-ന് പള്ളിയുണർത്തൽ, നിർമാല്യം, അഭിഷേകം, നിവേദ്യം, ബ്രഹ്മകലശം, തുടർന്ന് ഉഷപൂജ, സോപാന സംഗീതം, പന്തീരടി പൂജ, ഉച്ചപൂജ എന്നിവയുണ്ടായി. മേൽശാന്തി തെക്കേടത്ത് നാരായണസുധൻ മുഖ്യകാർമ്മികത്വം വഹിച്ചു. രാവിലെ കേളിയോടുകൂടി വാദ്യസമർപ്പണവും ഭക്ഷണ വിതരണവും ഉണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ആരംഭിച്ച തിറയാട്ടം ക്ഷേത്ര പരിസരങ്ങളിൽ പോയി വൈകിട്ട് 6-ന് സമാപിച്ചു. തമ്പോലവാദ്യവും ഉണ്ടായി. വൈകിട്ട് ദീപാരാധന, കേളി, തിരുവാതിരകളി, നൃത്തനൃത്യങ്ങൾ എന്നിവയും മിമിക്സ് കരോക്കെയും ഉണ്ടായി. രാത്രി 11:30-ന് യാമദ്രവ്യ കലശപൂജ, ശനിയാഴ്ച പുലർച്ചെ 5:30-ന് ബലി എന്നിവ ക്ഷേത്രത്തിൽ നടക്കും. ശിവഭഗവതി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് NA രാജൻ, സെക്രട്ടറി ബാലൻ കണ്ടംപള്ളി എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി. പഴഞ്ഞി ചെറുതുരുത്തി തുപ്പേശ്വര മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ആഘോഷത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമം, ഉഷപൂജ, ഗുരുപൂജ, പിള്ളക്കാവടി വഴിപാട്, കലശാഭിഷേകം എന്നിവയുണ്ടായി. ഉച്ചയോടെ ദേശക്കാരുടെ എഴുന്നള്ളിപ്പുകൾ ആരംഭിച്ചു. വൈകിട്ട് കൂട്ടിയെഴുന്നള്ളിപ്പ്, നാടൻ കലാരൂപങ്ങളുടെ വരവ്, ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നിവ നടന്നു. ശനിയാഴ്ച പുലർച്ചെ കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ആറാട്ട്, കൊടിക്കൽ പറവെപ്പ്, ഭഗവാന് ശ്രീലകത്തേക്ക് എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും. പെങ്ങാമുക്ക് പീഡികേശ്വരം ശിവക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ, അഭിഷേകം, നിവേദ്യം, ഉച്ചപൂജ എന്നിവയുണ്ടായി. ഉച്ചയ്ക്ക് 2 മണിക്ക് ദേവസംപൂരം എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഇതോടൊപ്പം ദേശക്കാരുടെ ആനയും വാദ്യമേളങ്ങളുമായുള്ള എഴുന്നള്ളിപ്പുകൾ തുടങ്ങി. വൈകിട്ട് കക്കാട് രാജപ്പന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. ദീപാരാധനയെ തുടർന്ന് തന്ത്രി വടക്കേടത്ത് നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നവകം, പഞ്ചഗവ്യം, അഭിഷേകങ്ങൾ, അത്താഴപൂജ, ശ്രീഭൂതബലി എന്നിവയുണ്ടായി. പുലർച്ചെ നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പോടുകൂടിയാണ് സമാപനം. പുന്നയൂർകുളം പരൂർ ശിവക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കാലത്ത് നട തുറന്നതു മുതൽ നിർമാല്യ ദർശനം, മലർനിവേദ്യം, ഗണപതി ഹോമം, ഉഷപൂജ, നവകാഭിഷേകം, ഉച്ചപൂജ, ശീവേലിത്തൂവൽ എന്നിവ ഉണ്ടായിരുന്നു. കാലത്ത് 10:45-ന് ബ്രഹ്മകുളം സുമേഷ്, രനീഷ് കലാമണ്ഡലം എന്നിവരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടിമന പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി തണ്ണന്നൂർമന രവീന്ദ്രൻ തിരുമേനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ദീപാരാധന, നിറമാല, നടപ്പുര, പാണ്ടിമേളം എന്നിവയും ഉണ്ടായിരുന്നു. തുടർന്ന് ശാസ്ത്രീയ നൃത്തനൃത്യങ്ങൾ, മാതൃസമിതികളുടെ നേതൃത്വത്തിൽ തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറി. പരൂർ അന്നപൂർണ അന്നദാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെയും ഉച്ചക്കും അന്നദാനവും ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിന്റെ പേരിൽ വീടുകളിൽ വെച്ചിരുന്ന ഹുണ്ടിക ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് പുതിയത് വിതരണം ചെയ്തു. ക്ഷേത്രം രക്ഷാധികാരി രമണി അശോകൻ ഹുണ്ടിക ഏറ്റുവാങ്ങി. പുതിയത് ഭക്തർക്ക് നൽകി. മഹോത്സവത്തോടനുബന്ധിച്ച് താഴത്തേക്കാവിലും പ്രത്യേക പൂജകൾ ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പുലിയത്ത്, സെക്രട്ടറി ശ്രീനിവാസൻ താണിശ്ശേരി, ട്രഷറർ രാജൻ വെള്ളിക്കാട്ടിരി, മാതൃസമിതി പ്രസിഡന്റ് പ്രസീന എടവന തുടങ്ങി മറ്റു ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷിച്ചു. മഹാദേവനെ കണ്ടു വണങ്ങുന്നതിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. രാവിലെ 4:30-ന് ക്ഷേത്രനട തുറന്നതു മുതൽ ഭക്തജന തിരക്കായിരുന്നു. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാദേവനും മഹാവിഷ്ണുവിനും ലക്ഷാർച്ചന, ഭസ്മാഭിഷേകം, ശ്രീഭൂതബലി, എഴുന്നള്ളിപ്പ് എന്നിവയുണ്ടായി. ദീപാരാധനയ്ക്ക് ഗുരുവായൂർ മുരളിയുടെ നാദസ്വരം, ഗുരുവായൂർ ശശിമാരാരുടെ തായമ്പക, ഭക്തി പ്രഭാഷണം, രഹന മുരളിയുടെ മോഹിനിയാട്ടം തുടങ്ങി കലാപരിപാടികളും ഉണ്ടായിരുന്നു. ശിവരാത്രിയോടനുബന്ധിച്ച് നടന്ന പ്രസാദ ഊട്ടിൽ 2500-ഓളം ഭക്തർ പങ്കെടുത്തു. ദേവസ്വം പുതിയതായി നിർമ്മിച്ച സരസ്വതി മണ്ഡപത്തിലെ പ്രസാദ ഊട്ട് ഹാളിലും ശ്രീ കൈലാസം ഹാളിലുമായാണ് പ്രസാദ ഊട്ട് നടന്നത്. മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ മണലൂർ ഗോപിനാഥ് അവതരിപ്പിച്ച ഓട്ടൻ തുള്ളൽ ആകർഷകമായി. കിരാതം കഥയാണ് അവതരിപ്പിച്ചത്. ക്ഷേത്രത്തിലെ നടരാജ മണ്ഡപത്തിൽ തിങ്ങിനിറഞ്ഞ ആസ്വാദക വൃന്ദത്തെ ആനന്ദത്തിൽ ആറാടിച്ചായിരുന്നു തുള്ളൽ അരങ്ങേറിയത്. കലാമണ്ഡലം ജിനോഷ്, ബബിൽ പൂക്കാടൻ എന്നിവർ പിൻപാട്ടിലും കലാമണ്ഡലം രാജീവ മൃദംഗത്തിലും പക്കമേളമൊരുക്കി. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച കക്കാട് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് വിവിധ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പൂരങ്ങൾ ക്ഷേത്രത്തിലെത്തി. തുടർന്ന് വെള്ളിത്തിരുത്തി ഉണ്ണിനായരുടെ പ്രമാണത്തിലുള്ള ചെണ്ടമേളത്തോടെ കൂട്ടിയെഴുന്നള്ളിപ്പ് നടന്നു. സന്ധ്യയ്ക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, കേളി, തായമ്പക എന്നിവയും 8-ന് പഞ്ചാരിമേളത്തോടെ ഗജവീരന്മാരുടെ അകമ്പടിയിൽ ശീവേലിയും ഉണ്ടായിരുന്നു. രാത്രി 10:30-ന് കാഞ്ഞിരപ്പള്ളി അമല കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്ന ശാന്തം നാടകവും ഉണ്ടായിരിക്കും. ശിവരാത്രിയുടെ ഭാഗമായുള്ള വേലവരവ് ശനിയാഴ്ചയാണ്. വൈകിട്ട് 4 മുതൽ പരമ്പരാഗത വേലയും തുടർന്ന് വിവിധ കമ്മിറ്റികളുടെ കരിങ്കാളി, തെയ്യം, തിറ, കാവടി തുടങ്ങിയ ആഘോഷങ്ങളും ക്ഷേത്രത്തിലെത്തി സമാപിക്കും.
കരിയന്നൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ കാലത്ത് നവകം, പഞ്ചഗവ്യം, വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു. തന്ത്രി കക്കാട് വാസുദേവൻ തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മേൽശാന്തി സൗരവ് മിശ്രയുടെ കാർമ്മികത്വത്തിൽ ദേവാദിദേവ മഹാദേവാശ്രീ രുദ്രഹോമം നടന്നു. വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവയും ഉണ്ടായി. ശിവരാത്രി ആഘോഷമാക്കി ചാവക്കാട് മണത്തല ശ്രീ നാഗയക്ഷി ക്ഷേത്രം. വിവിധ ദേശങ്ങളിൽ നിന്നായി എത്തിയ കലാരൂപങ്ങൾ ഏറെ ആകർഷണമായി. ഛത്രപതി ശിവഗംഗ, കുരുക്ഷേത്ര, ഉരുമ, യുവജന സംഘം, ഭഗവത്, ഓംകാരം എന്നീ കമ്മിറ്റികളാണ് കലാരൂപങ്ങളുമായി ക്ഷേത്രത്തിലെത്തിയത്. നിരവധി പേർ ആഘോഷത്തിൽ പങ്കെടുത്തു. കൂടൽമാണിക്യം ദേവസ്വം കീഴടമായ ആളൂർ പൊന്മല ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവം ആഘോഷിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന ശിവരാത്രി ആഘോഷത്തിൽ വിശേഷാൽ പൂജകളും താന്ത്രിക ചടങ്ങുകളും നടന്നു. ശിവരാത്രി ആഘോഷിച്ച വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം, മഹാദേവൻ, ശ്രീപാർവതി, അയ്യപ്പസ്വാമി, ഭദ്രകാളി, ചാമുണ്ടേശ്വരി, ബ്രഹ്മരക്ഷസ് എന്നിവർക്ക് വിശേഷവിധിയായി ക്ഷേത്രമേൽശാന്തി പൂക്കോട് പ്രസാദ് നമ്പൂതിരി കാർമ്മികനായി പ്രത്യേക പൂജകൾ നടന്നു. രാവിലെ 11:30 മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി പ്രസാദഊട്ടും ഒരുക്കിയിരുന്നു. രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ ഓം ശിവായ സമുദായത്തിന്റെ കാവടി, നാദസ്വരം എന്നിവയും വൈകിട്ട് 5 മണി മുതൽ HMC സമുദായത്തിന്റെ തെയ്യം തിറ സമുദായത്തിന്റെ തെയ്യം, സൗഹൃദ ആളൂരിന്റെ കാവടി, ശിങ്കാരിമേളം എന്നിവയും ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തിച്ചേർന്നു. ശിവനും അയ്യപ്പസ്വാമിക്കും 25 കലശാഭിഷേകം, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി തുടങ്ങിയ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ശിവരാത്രി ആഘോഷങ്ങളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മഴുവഞ്ചേരി പെരുവന്മല ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം വർണ്ണാഭം. രാവിലെ 4 മണിക്ക് നട തുറക്കലിനെ തുടർന്ന് ഗണപതി ഹോമവും വിശേഷാൽ പൂജകളും നടന്നു. രാവിലെ 9 മണി മുതൽ ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനവും സംഭാര വിതരണവും ഉണ്ടായി. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ പ്രാദേശിക കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച വിവിധ മേളങ്ങളും കാവടി, തെയ്യം, തിറ, തമ്പോലം, വേലവരവ് എന്നിവ വൈകിട്ടോടെ ക്ഷേത്ര കവാടത്തിലെത്തിച്ചേർന്നതോടെ ആഘോഷം ആവേശത്തിലമർന്നു. വിനോദസഞ്ചാരികളേറെ എത്തുന്ന പ്രകൃതിരമണീയ കുന്നിൻമുകളിലുള്ള പെരുവന്മല ക്ഷേത്രത്തിൽ നടന്ന ശിവരാത്രി ആഘോഷത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി ആഘോഷം ഭക്തി നിർഭരമായി. ശിവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി 3 ദിവസങ്ങളിലായി ക്ഷേത്രം തന്ത്രി കീഴ്മണ്ഠയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെയും മേൽശാന്തി ഓലാട് നന്ദൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ 3 ദിവസങ്ങളിലായി താന്ത്രിക ചടങ്ങുകൾ നടന്നു. ശുദ്ധികലശം, വിശേഷാൽ പൂജകൾ, അഭിഷേകങ്ങൾ, നിറമാല, ചുറ്റുവിളക്ക് എന്നിവയ്ക്ക് പുറമെ ശിവരാത്രി ദിനത്തിൽ ശ്രീഭൂതബലിയും നടന്നു. രാവിലെ 6:30 അഷ്ടപതിക്ക് ശേഷം 7 മണിക്ക് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ പ്രമാണിത്വത്തിലുള്ള മേളത്തോടെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. 10 മണിക്ക് നാദസ്വര കച്ചേരിയും അരങ്ങേറി. ഉച്ചയ്ക്ക് 2 മണിക്ക് പഞ്ചവാദ്യത്തിന്റെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. രാത്രി 7 മണിക്ക് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും 7:30 ചൊവ്വല്ലൂർ ഗംഗാധരന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറി. രാത്രി 9:30 എഴുന്നള്ളിപ്പുണ്ടായി. ശിവരാത്രി ദിനം ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്കായി രാവിലെ 11:30 മുതൽ അന്നദാനവും ഒരുക്കിയിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി വൈകിട്ട് 7 മണിക്ക് ഫാൻസി വെടിക്കെട്ട് നടന്നു. ക്ഷേത്രം ഊരാളൻ കീഴിലം കൃഷ്ണൻ നമ്പൂതിരി, ക്ഷേത്രസമിതി പ്രസിഡന്റ് NK ബാലകൃഷ്ണൻ, സെക്രട്ടറി C ഹരിദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മഹാശിവരാത്രിയുടെ ഭാഗമായി അന്നദാനം ഒരുക്കി. ഇത് തുടർച്ചയായി 16ാമത് വർഷമാണ് പ്രസാദ ഊട്ട് നടത്തുന്നത്. പന്നിത്തടം മാത്തൂർ ശിവക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം മേൽശാന്തി സുധീഷ് കർമ്മങ്ങൾ നിർവഹിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഷറഫ് പന്നിത്തടം, രക്ഷാധികാരി K ജയശങ്കർ, MP ജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ എന്നിവർ സംസാരിച്ചു. 3500ഓളം പേർക്കാണ് അന്നദാനം നടത്തിയത്. ദിനേശൻ, മണികണ്ഠൻ, റെന്നി, ഷൈജൻ, ആന്റണി, രാജേഷ്, അനിൽ എന്നിവർ പ്രസാദ ഊട്ടിന് നേതൃത്വം നൽകി. മറ്റു വാർത്തകൾ. വരവൂർ പഞ്ചായത്ത് 2023-2024 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വീടുകളിലേക്ക് ബയോ കമ്പോസ്റ്റർ ബിൻ വിതരണം ചെയ്തു. വനിതാ പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് KK ബാബു അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ വിമല പ്രഹ്ലാദൻ, TA ഹിദായത്തുള്ള, പഞ്ചായത്ത് അംഗങ്ങളായ VK സേതുമാധവൻ, M വീരചന്ദ്രൻ, K ജിഷ, PK അനിത, TM ബീവാത്തുകുട്ടി, സ്കൂൾ പ്രധാനാധ്യാപിക K ഉഷാകുമാരി, VOP അനൂപ് ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിലെ കലാസാംസ്കാരിക സാമൂഹ്യ ആധ്യാത്മിക രംഗത്ത് നിറസാന്നിധ്യമായ മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശിനെ ഗുരുവായൂർ പൗരാവലി ആദരിച്ചു. GK പ്രകാശിന്റെ
ഷഷ്ടിയാബ്ദ പൂർത്തിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സമാദരണ സദസ്സ് NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പത്മഭൂഷൺ സംഗീത കലാനിധി ഡോക്ടർ TV ഗോപാലകൃഷ്ണൻ ഉപഹാര സമർപ്പണം നിർവഹിച്ചു. പത്മശ്രീ ഡോക്ടർ കലാമണ്ഡലം ഗോപി മംഗളപത്രം സമർപ്പിച്ചു. പത്മശ്രീ പെരുവനംകുട്ടന്മാരാർ പൊന്നാട അണിയിച്ചു. കേരള പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ, വിവിധ സംഘടനാ പ്രതിനിധികളായ C ബിജുലാൽ, TN മുരളി, മോഹനകൃഷ്ണൻ ഓടത്ത്, PI ആൻഡോ, PA അരവിന്ദൻ, കീഴടം രാമൻ നമ്പൂതിരി, C അനിൽകുമാർ, K ദിവാകരൻ, N പ്രഭാകരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിലെ നെല്ലിക്കുന്ന് നിവാസികളുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് വിരാമം. കാൽനട യാത്രയ്ക്ക് പോലും ദുസ്സഹമായിരുന്ന നെല്ലിക്കുന്ന് പ്രദേശത്തെ നാട്ടിട വഴി നവീകരിച്ച് ഗതാഗത യോഗ്യമാക്കി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 6 ലക്ഷം രൂപയും പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 50,000 രൂപയും വിനിയോഗിച്ചാണ് റോഡ് യാഥാർത്ഥ്യമാക്കിയത്. 10 കുടുംബങ്ങളാണ് നെല്ലിക്കുന്ന് പ്രദേശത്ത് താമസിക്കുന്നത്. വയോധികരുൾപ്പെടെയുള്ളവർക്ക് ആശുപത്രിയിലേക്ക് പോകുവാൻ പ്രതിസന്ധി നേരിട്ടിരുന്ന പ്രദേശമായിരുന്നു ഇത്. കോവിഡ് കാലത്ത് പ്രദേശവാസികളുടെ പ്രയാസം മനസ്സിലാക്കിയ പഞ്ചായത്ത് ഭരണസമിതിയും ബ്ലോക്ക് പഞ്ചായത്തും ഇവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ മുന്നോട്ട് വരികയായിരുന്നു. 152 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള മനോഹരമായ റോഡ് എന്ന സ്വപ്നം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് നാട്ടുകാർ. നവീകരിച്ച നെല്ലിക്കുന്ന് റോഡ് ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നാടിന് സമർപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് എരുവപ്പെട്ടി ഡിവിഷൻ മെമ്പർ ജലീൽ ആദൂർ മുഖ്യാതിഥിയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, കടങ്ങോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ, വാർഡ് മെമ്പർ അബ്ദുൽ ഗഫൂർ, പഞ്ചായത്ത് സെക്രട്ടറി മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് എരുവപ്പെട്ടി. കർഷക സംഘം കുന്നംകുളം മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു. TK കൃഷ്ണൻ സ്മാരക മന്ദിരത്തിൽ ചേർന്ന കൺവെൻഷൻ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി ഉദ്ഘാടനം ചെയ്തു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് AJ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു. പ്രശാന്തൻ മാസ്റ്റർ, MS സിദ്ധൻ, K കൊച്ചനിയൻ, പത്മ വേണുഗോപാൽ, മുകുന്ദൻ, PT ജോസഫ്, ബാബു, KA പങ്കജാക്ഷൻ എന്നിവർ സംസാരിച്ചു. പെരുമ്പിലാവ് തിപ്പലശ്ശേരി ALP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപകരക്ഷാത്ത ദിനാഘോഷവും നടന്നു. ചടങ്ങിൽ 6 ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച സ്കൂളിലെ കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനം കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. വാർഡ് മെമ്പർ ഘോഷ് പൂവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പത്മ വേണുഗോപാൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CI ഫൗസിയ, ജയകുമാർ, മോഹനൻ, സ്കൂൾ പ്രധാന അധ്യാപകൻ T റൊണാൾഡ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. സാമൂഹിക വിരുദ്ധർക്കെതിരെ പ്രതികരിച്ചതിന് പൊതുപ്രവർത്തകന് നേരെ ആക്രമണം. മുസ്ലിം ലീഗ് കുന്നംകുളം മണ്ഡലം സെക്രട്ടറി കോട്ടൂൽ മാനാങ്കണ്ടത്ത് അബ്ദുൽ ഗനിയാണ് ആക്രമണത്തിനിരയായത്. കൈക്കും തലയ്ക്കും പരിക്കേറ്റ അബ്ദുൽ ഗനിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വ്യാഴാഴ്ച രാത്രി 8:30യോടെയായിരുന്നു സംഭവം. പെരുമ്പിലാവിൽ നിന്നും ചാലിശ്ശേരിയിലെ ഭാര്യ വീട്ടിലേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന ഗനിയെ മറ്റൊരു ബൈക്കിൽ പിന്തുടർന്ന സംഘം പെരിങ്ങോട് റോഡിന് സമീപത്ത് വെച്ച് ബൈക്കിൽ നിന്നും ചവിട്ടി താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയും തുടർന്ന് ഗനിയുടെ ബൈക്കിനു കുറുകെ ഇവരുടെ ബൈക്ക് നിർത്തി തടയുകയും തലയ്ക്കും കൈക്കും നിരവധി തവണ മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനമേറ്റ ഗനി പോലീസിനെ ഫോണിൽ വിളിച്ചറിയിച്ചതിനെ തുടർന്ന് പെരുമ്പിലാവിൽ തമ്പടിച്ചിരുന്ന പോലീസ് സ്ഥലത്തെത്തുകയും ഗനിയെ മർദ്ദിച്ച 2-അംഗ സംഘത്തെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പോലീസിന് ഞാൻ നിരന്തരമായിട്ട് കുന്നംകുളം പോലീസിന് പറയുകയും ചെയ്തായിരുന്നു, ഇങ്ങനെ ഇഷ്യൂണ്ട്, അതുകൊണ്ട് പിന്നെ പിടിക്കണം. പക്ഷെ പോലീസ് അത് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് പിന്നെ ഇന്നലെ അവർ കടയിൽ വന്നിട്ട് കുറെ ഈ ഷഹീർ എന്ന് പറയുന്ന ഒരുത്തനും വേറെ ഏതോ ഒരു കൈയും കൂടി കടയിൽ വന്നിട്ട് ഒരുപാട് തെറി പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മൾ കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ടിരുന്ന് പിന്നീട് ഞാൻ എൻ്റെ വൈഫ് ഹൗസിലേക്ക് പോകുന്ന വഴി ചാലിശ്ശേരിയിലെത്തിയപ്പോൾ എന്നെ അവർ ഉപദ്രവിക്കാൻ വേണ്ടി ശ്രമിച്ചു. അങ്ങനെ ചാലിശ്ശേരി പെരുങ്ങോട് റോഡിലേക്ക് അവരെൻ്റെ ബൈക്ക് പിന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും എന്നെ അവിടെ തടഞ്ഞു നിർത്തിയിട്ട്. ചാലിശ്ശേരി സ്വദേശി ഷഹീറും കണ്ടാലറിയുന്ന മറ്റൊരാളുമാണ് തന്നെ മർദ്ദിച്ചതെന്ന് ഗനി വ്യക്തമാക്കി. ഗനിയുടെ സ്വദേശമായ കോട്ടോലിലെ സ്ഥിരം സാമൂഹിക വിരുദ്ധരായ കഞ്ചാവ്, MDMA ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നവരായ പ്രതികൾക്കെതിരെ ഗനി പോലീസിൽ നൽകിയ പരാതിക്കെതിരെയുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് കാരണം. ആഴ്ചകൾക്ക് മുമ്പ് ഗനിയുടെ സഹോദരൻ താഹയെയും സംഘം മർദ്ദിച്ചിരുന്നു. ഇതിലെ മുഖ്യപ്രതി ആനപ്പറമ്പിൽ സിദ്ദിഖ് മകൻ ഷാഫി ഗൾഫിലേക്ക് മുങ്ങുകയായിരുന്നു. ഖനിക്ക് നേരെയുള്ള ഇപ്പോഴത്തെ ആക്രമണവും ഷാഫിയുടെ നിർദ്ദേശപ്രകാരമാണ് നടത്തിയതെന്നും കൊട്ടേഷൻ സംഘമാണ് ഇതിനു പിന്നിലുള്ളതെന്നും ഗനി പോലീസിൽ പരാതി നൽകി. കുന്നംകുളം ചാലിശ്ശേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. CCTV ന്യൂസ് പെരുമ്പിലാവ്.
പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാക്കുകയെന്ന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ കാഴ്ചപ്പാട് അന്വർത്ഥമാക്കി കുട്ടഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ പഠനോത്സവം നടത്തി. മുൻ പ്രധാനാധ്യാപിക ജോളിയമ്മ മാത്യു ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് OV ഷനോജ് അധ്യക്ഷനായി. SRG കൺവീനർ PM രാഗണി, പ്രധാനാധ്യാപിക KM ശ്രീജാബായ്, OSA ചെയർമാൻ KV ഷൈബു, MPTA പ്രസിഡന്റ് ഉദയകൃഷ്ണ, അധ്യാപക പ്രതിനിധി CB എന്നിവർ സംസാരിച്ചു. സ്കിറ്റുകൾ, നാടകം, ദൃശ്യാവിഷ്കാരം, ചിത്രപ്രദർശനം, കവിത, വായന, പരീക്ഷണം, സ്റ്റിൽ മോഡൽ തുടങ്ങിയവയും സംഘടിപ്പിച്ചു. പെരുമ്പലാവ് അൻസാർ വിമൻസ് കോളേജിൽ 7 ദിവസങ്ങളായി നടന്നുവരുന്ന മെഗാ അക്കാദമിക് ഫെസ്റ്റിന്റെ സമാപനമായി. കോളേജിലെ 9 പഠന വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ദേശീയ അന്തർദേശീയ സെമിനാറുകൾ സംഘടിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളും വിവിധ സർവകലാശാല വിദ്യാർത്ഥികളും ചേർന്ന് 1000-ലധികം പ്രബന്ധങ്ങൾ അക്കാദമിക് ഫെസ്റ്റിൽ അവതരിപ്പിച്ചു. സ്ത്രീ സ്വയം സംരംഭകർ, മാധ്യമപ്രവർത്തകർ, അധ്യാപകർ, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പ്രതിഭകൾ, ഭാഷാ വിദഗ്ധർ തുടങ്ങി സമൂഹത്തിലെ വിവിധ വിജ്ഞാനധാരകളിലുള്ള പ്രതിഭകൾ പങ്കെടുത്ത അപൂർവമായ അക്കാദമിക് സമ്മേളനമാണ് അൻസാറിൽ നടന്നത്. മുൻ ഡെപ്യൂട്ടി കളക്ടറും അസബ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രസിഡന്റുമായ PPM അഷ്റഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് സർവകലാശാല അറബിക് വിഭാഗം മേധാവി ഡോക്ടർ KB മൊയ്തീൻകുട്ടി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി. റിസർച്ച് കമ്മിറ്റി ഹെഡ് ഡോക്ടർ അപർണ V അക്കാദമിക് ഫെസ്റ്റിന്റെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ പഠന വകുപ്പുകളിൽ മികച്ച സെമിനാർ അവതരിപ്പിച്ചവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു. അൻസാർ വിമൻസ് കോളേജിലെ ജീവനക്കാരായ നദീം, അംജദ്, അൻവർ ഷാ, സുകേഷ്, മൻസൂർ, പീറ്റർ, രാജൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അൻസാർ വിമൻസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KT കമാലുദ്ദീൻ, അൻസാർ ഹയർ എഡ്യൂക്കേഷൻ CEO ഷാജു മുഹമ്മദുണ്ണി, നാക് കോർഡിനേറ്റർ സുനിയ ഇബ്രാഹിംകുട്ടി, വിവിധ പഠന വകുപ്പ് മേധാവികളായ സജീന PM, സൈനബ് സൂനം, ഡോക്ടർ റസീൽ റഹ്മാൻ, സുകന്യ, ജുബി ജോയ്സി തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ കടങ്ങോട് മണ്ഡലം UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധാഗ്നി സംഘടിപ്പിച്ചു. പഞ്ഞിത്തരം സെന്ററിൽ നടത്തിയ ധർണ മണ്ഡലം പ്രസിഡന്റ് ഷറഫ് പഞ്ഞിത്തരന്റെ നേതൃത്വത്തിൽ കടവലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF ഭാരവാഹികളായ MS ബഷീർ, സലാം വലിയകത്ത്, CMP നേതാവ് ഹംസ തുടങ്ങിയവർ സംസാരിച്ചു. കോൺഗ്രസ് INTUC പ്രവർത്തകർ നേതൃത്വം നൽകി. കുന്നംകുളം കാണിപ്പയ്യൂർ ഉബയൂർ ശിവക്ഷേത്രത്തിൽ ചന്ദ്രക്കല സമർപ്പിച്ചു. ഊരാളൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരി, തന്ത്രി അരുൺ നമ്പൂതിരി എന്നിവർ ഏറ്റുവാങ്ങി. ശില്പി അജിത് കുറുനെല്ലിപ്പറമ്പിൽ, ശശികുമാർ, രവികുമാർ എന്നിവർ ചന്ദ്രക്കല സമർപ്പിച്ചു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ മേനോൻ, സെക്രട്ടറി നിമിലാകരൻ, ട്രഷറർ രാജൻ കൈപ്പറമ്പിൽ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ ബൈക്ക് ഇടിച്ച് കാൽനട യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ മൂന്നാംകല്ല് സ്വദേശിനി വാഴപ്പള്ളി വീട്ടിൽ 79 വയസ്സുള്ള ഫിലോമിനയ്ക്കാണ് പരിക്ക്. വടക്കേക്കാട് നായരങ്ങാടി കത്തോലിക് സിറിയൻ ബാങ്കിന് സമീപം റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട ബൈക്ക് ഇടിക്കുകയായിരുന്നു. ഇവരെ വയലത്തൂർ ആക്സ് ആംബുലൻസ് പ്രവർത്തകർ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ആഭിമുഖ്യത്തിൽ വിവിധങ്ങളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങൾ. കുന്നംകുളം മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. CMP ഏരിയ സെക്രട്ടറി VG അനിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. UDF മണ്ഡലം ചെയർമാൻ CV ജാക്സൺ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ബിജു C ബേബി, CV ജോയ്, ഗിരീഷ് കുമാർ, ലീല ഉണ്ണികൃഷ്ണൻ, ലബീബ് ഹസൻ, മിനി മോൺസി എന്നിവർ സംസാരിച്ചു. KA ധർമ്മരാജ്, രാജൻ അണ്ണേടത്ത്, തമ്പി PG, ബാബുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം മണ്ഡലം കമ്മിറ്റി പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് VV ബാലചന്ദ്രന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ മോഹൻ റോയ്, തമ്പി മാസ്റ്റർ, KA ജ്യോതിഷ്, പഞ്ചായത്ത് അംഗം ബിജു കോലാടി, മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് അംബിക മണിയൻ, രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മങ്ങാട് സെന്ററിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ചു. കടവലൂർ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PS സുനീഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ അധ്യക്ഷനായി. മഹിളാ കോൺഗ്രസ് കടവലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സഫീന ആസീസ്, NK കബീർ, TN നമ്പീശൻ, സിജി ജോൺ, MK രഘു തുടങ്ങിയവർ സംസാരിച്ചു. ചാവക്കാട് എടക്കഴിയൂർ അതിർത്തിയിൽ പഴവർഗ്ഗ കച്ചവടം നടത്തി വന്നിരുന്ന പാലക്കാട് സ്വദേശിയെ കടയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വടക്കുംചേരി സ്വദേശി കണ്ണനെയാണ് കടയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ പോലീസിനെ വിവരമറിച്ച അനുസരിച്ച് പോലീസ് എത്തിയാണ് താഴെ ഇറക്കിയത്. ഏതാനും വർഷങ്ങളായി മേഖലയിൽ പഴവർഗ്ഗ കച്ചവടം നടത്തിവരികയായിരുന്നു കണ്ണൻ. ചാവക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5990 രൂപ, സ്വർണം പവന് 47,920 രൂപ.
ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 79 രൂപ. ചർമ്മം അഞ്ഞൂർ തൊഴിയൂർ പേരാമംഗലത്ത് കൊച്ചു മാത്യു വർഗീസ് നിര്യാതനായി 58 വയസ്സായിരുന്നു. സംസ്കാരം അഞ്ഞൂർ കത്തോലിക്ക ദേവാലയ സെമിത്തേരിയിൽ നടന്നു. അഞ്ഞൂർ തൊഴിയൂർ വീട്ടിൽ പരേതനായ നാരായണൻ മകൻ മണികണ്ഠൻ നിര്യാതനായി 57 വയസ്സായിരുന്നു. അഞ്ഞൂർ നന്ദ മെഡിക്കൽസ് ഉടമയാണ് പരേതൻ. അമ്പിളി ഭാര്യയും നന്ദ, അനന്തു എന്നിവർ മക്കളുമാണ്. ഗുരുവായൂർ ചാമുണ്ടേശ്വരി അനുരാഗിൽ പരേതനായ CN ശ്രീധരന്റെയും വിജയലക്ഷ്മിയുടെയും മകൻ ശ്രീജിത്ത് നിര്യാതനായി 48 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 11 മണിക്ക് പാമ്പാടി ഐവർ മഠത്തിൽ നടക്കും. ലതിക ഭാര്യയും ആദിത്യ, വൈഷ്ണവി, വൈഗ എന്നിവർ മക്കളുമാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. കോൺഗ്രസും കളത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി. തൃശൂരിൽ മുരളീധരനും വടകരയിൽ ഷാഫി പറമ്പിലും മത്സരിക്കും. ആലത്തൂരിൽ രമ്യ ഹരിദാസ് 2ാം അംഗത്തിന്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ. ജലസംഭരണികൾ സംരക്ഷിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. വേലൂർ കിടായിച്ചിറയുടെ നവീകരണോദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. ബസിൽ മോഷണം നടത്തി ഇതര സംസ്ഥാന മോഷണ സംഘത്തിലെ പ്രധാനിയായ യുവതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് തമിഴ്നാട് തിരുച്ചെന്തൂർ ടെമ്പിൾ സ്വദേശിനി 26 വയസ്സുള്ള ഗായത്രി എന്ന സുബ്ബമ്മ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളുടെയും പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv online.tv. നമസ്കാരം.